രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുന്ന നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ലോക്സഭയിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് വോട്ടെടുപ്പ്. അവതരണാനുമതി തേടിയുള്ള വോട്ടെടുപ്പിൽ 185-നെതിരെ 251 വോട്ടുകൾ നേടിയാണ് സർക്കാർ വിജയിച്ചത്. എന്നാൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷം അത്യാവശ്യമാണ്. സഭയുടെ ആകെ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷവും ഹാജരാകുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും ലഭിച്ചാൽ മാത്രമേ ബില്ലുകൾ നിയമമാകൂ. നിലവിൽ NDAക്ക് മാത്രമായി ഈ ഭൂരിപക്ഷമില്ലാത്തതിനാൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇന്നത്തെ വോട്ടെടുപ്പിൽ നിർണായകമാകും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പ് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ സുപ്രധാന ഏടായി മാറും. ഇറാൻ-US സമാധാന ധാരണ വൈകാതെ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവായുധം നിർമ്മിക്കില്ലെന്ന് പൂർണ്ണമായും ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞതായും ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ-ലെബനൻ വെടിനിർത്തൽ നടപ്പിലായ ശേഷം ഇറാനുമായി ധാരണയിൽ എത്തുന്നത് എളുപ്പമെന്നും ട്രംപ് വ്യക്തമാക്കി. ചർച്ചകൾ നാളെ പുനരാരംഭിക്കുമെന്നും ട്രംപ് അറിയിച്ചു. We're going to be lower than we were 2 or 3 years ago. So I want to get back to that. We had to do something. We had to make sure that Iran never gets a nuclear weapon. And we're at that. They've agreed to that. They've totally agreed to that. They've agreed to almost everything. So maybe if they can get to the table, there's a difference. They agree. They got to get to the table with a pen. We'll have that over with. And then we can focus on our great economy. And also, I inherited the highest prices in the history of our country, the worst inflation in the history of our country. I'll get it down to a very low number. We had it to a very low number, and it's still low. But the most important thing right now is to make sure Iran can never have a nuclear weapon. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇറാൻ-US സമാധാന ധാരണ വൈകാതെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണപ്രിയ, ഇറാൻ-US ധാരണകളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺ, അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതിനെ അതിശക്തമായി എതിർക്കുന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇറാൻ-US സംഘർഷത്തിൽ നിലനിന്നിരുന്നത്. ആ പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്ന് അതിലെ ഒരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചന ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹോർമൂസിൽ അതിശക്തമായ ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കിയതിനു ശേഷം ഈ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. വൈകാതെ തന്നെ, അതായത് ഇന്നോ നാളെയോ ആയി ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. വൈകാതെ തന്നെ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നൊരു ധാരണയിലേക്ക് എത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് പ്രധാനമായൊരു നീക്കമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് നിലവിൽ അറിയാനും സാധിക്കുന്നത്.